ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മൾ നാഗരികതകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അതിൽ ഈജിപ്ഷ്യൻ നാഗരികതയെ കുറിച്ച് നമ്മൾ ഒരു 3 യൂണിറ്റുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് അതിൻ്റെ 4ാമത്തെ യൂണിറ്റാണ് പറയാനുള്ളത്. ഈജിപ്ഷ്യൻ നാഗരികതയുടെ സിവിലൈസേഷന് തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ഇതിലാണ് നമ്മൾ എന്തൊക്കെ പഠിക്കാൻ പോകുന്നത്? ഈജിപ്ഷ്യൻ നാഗരികതയുടെ സ്ക്രിപ്റ്റ്, അവർക്കൊരു നമ്മൾ ഡെസിഫർ ചെയ്തിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ട് അവർക്ക്. ആ സ്ക്രിപ്റ്റിനെ കുറിച്ച്, അവരുടെ സയൻസ് ആൻഡ് ടെക്നോളജിനെ കുറിച്ച്, ഫിലോസഫീനെ കുറിച്ച്, ഇത്തരം കാര്യങ്ങളൊക്കെ, അതായത് അവർ ഇൻ്റലക്ച്വൽ ആയിട്ട് നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പറയാനുള്ളത് ഈ യൂണിറ്റിൽ. അപ്പോൾ നമുക്ക് ആദ്യം ഈജിപ്ഷ്യൻ ഫിലോസഫീനെ കുറിച്ചിട്ടൊരു ഏകദേശ കാര്യങ്ങൾ പറയാം. എന്തായിരുന്നു ഈജിപ്ഷ്യൻ ഫിലോസഫി എന്ന് പറയുന്നത്? ഈജിപ്ഷ്യൻ ഫിലോസഫിയിൽ അവരുടെ ഈ റിട്ടൺ ഡോക്യുമെന്റ്സ്, അവർ സമൂഹത്തിന് നൽകിയിട്ടുള്ള എന്താ പറയുക ഐഡിയാസ്, ഫിലോസഫിക്കൽ തോട്ട്സ്, സോഷ്യൽ നോംസ് ആൻഡ് കണ്ടീഷൻസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, അവരുടെ എഡ്യൂക്കേഷണൽ വാല്യൂസ്, റിലീജിയസ് വാല്യൂസ് ഒക്കെ ഈ ഈജിപ്ഷ്യൻ ഫിലോസഫിയിൽ ഈജിപ്ഷ്യൻ ഫിലോസഫിയുടെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ എല്ലാ സംഭവങ്ങളും നമുക്ക് റിട്ടൺ ആയിട്ടുള്ള എവിഡൻസസ് ഡെസിഫർ ചെയ്യാൻ അല്ലെങ്കിൽ വായിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈജിപ്ഷ്യൻ ഫിലോസഫിയുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവരുടെ തന്നെയുള്ള റെക്കോർഡ്സിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുള്ള അവരുടെ മാത്തമാറ്റിക്കൽ, മെഡിസിൻ, ആസ്ട്രോണമി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വായിച്ചെടുക്കാനും പ്രയത്നിച്ചിട്ടുള്ള ഒരുപാട് സ്കോളേഴ്സും ഉണ്ട്. അത്തരത്തിൽപ്പെട്ട കുറച്ച് സ്കോളേഴ്സാണ് തെയിൽസ്, പൈതഗോറസ്, പ്ലാറ്റോ തുടങ്ങിയവരൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് വർഷങ്ങളോളം അവരിതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. അതായത് ഈ ഫിലോസഫി, ഈജിപ്ഷ്യൻ ഫിലോസഫിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അതിൽ പ്ലാറ്റോ ഒരു 13 വർഷത്തോളം ഈ ഒരു ഫിലോസഫിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സമയമെടുത്ത ആളാണ്. പ്ലാറ്റോ 13 വർഷത്തോളം. അതായത് ഈജിപ്ഷ്യൻ പ്രീസ്റ്റുകളെ കുറിച്ച്, അവരുടെ ഒരു സെന്റർ ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ, ഹീലിയോപോളിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെന്ററാണ്, ഒരു എന്താ പറയുക ക്യാപിറ്റൽ പോലത്തെ സെന്റർ ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആ ഹീലിയോപോളിസിൽ അന്ന് ഉണ്ടായിരുന്ന അവിടുത്തെ പ്രീസ്റ്റുകൾ, പ്രധാന വ്യക്തികളെ കുറിച്ച് പഠിക്കാൻ തന്നെ പ്ലാറ്റോ ഒരു 13 വർഷത്തോളം ലൈഫിൽ സ്പെൻഡ് ചെയ്ത് കളഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ അത്രയും എന്താ പറയുക നമുക്ക് പഠിച്ചെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ഫിലോസഫി തന്നെയായിരുന്നു ഈജിപ്ഷ്യൻ ഫിലോസഫിയുടെ, അല്ലെങ്കിൽ ഈജിപ്തുകാരന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അവരുടെ ഒരു തിയറീനെ പ്ലാറ്റോ ഒക്കെ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേണിംഗ് ടു ലിവ്, ലേണിംഗ് ടു ഡൈ, ജീവിക്കുന്നതും പഠിക്കാനാണ്, മരിക്കുന്നതും അങ്ങനെ തന്നെ എന്നുള്ള രീതിയിലാണ്. ലേണിംഗ് ടു ലിവ്, ലേണിംഗ് ടു ഡൈ, അതാണ് അവരുടെ ഫിലോസഫിനെ കുറിച്ച് പ്ലാറ്റോ എക്സ്പ്ലെയിൻ ചെയ്തു പോയിട്ടുള്ളത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് അവരുടെ ഫിലോസഫിയിൽ വരുന്ന പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഓഫ് ആൻഷ്യന്റ് ഈജിപ്ഷ്യൻ ഫിലോസഫി എന്തൊക്കെയായിരുന്നു നോക്കാം. ഒന്നാമതായിട്ട് പറയുമ്പോൾ അവരുടെ സോഷ്യൽ ലൈഫ്, റിലീജിയൻ, ഫിലോസഫി, ഇത് മൂന്നും ഇന്റർ കണക്റ്റഡ് ആണ്. അവരുടെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ റിലീജിയനും സോഷ്യൽ ലൈഫും തന്നെയാണ് അവരുടെ ഫിലോസഫിയിലും കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? റിലീജിയൻ ആയിരുന്നു. നമ്മൾ ഇത്രയും നേരം കഴിഞ്ഞ യൂണിറ്റുകളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എന്തായിരുന്നു റിലീജിയൻ എന്നോ, അവർക്ക് റിലീജിയസ് വാല്യൂസ് എന്തായിരുന്നു, അവരുടെ കൺസെപ്റ്റ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ കൺസെപ്റ്റ്, അവരുടെ തിയറീസ് ഒക്കെ തന്നെ അവരുടെ ഫിലോസഫിക്കൽ വർക്കിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഫിലോസഫി എന്ന് പറയുന്നത് ക്ലോസ്ലി റിലേറ്റഡ് ടു എന്താണ്? റിലീജിയൻ ആണ്. ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ പാർട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. പിന്നെ അവരുടെ എത്തിക്സ്, ലോജിക്ക് തുടങ്ങിയ കാര്യങ്ങളും അവരുടെ ഫിലോസഫിയുടെ ഭാഗമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ദെൻ അവരുടെ ഒരു പ്രധാന വിശ്വാസമായിരുന്നു എന്താണ്? ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരണത്തിന് ശേഷം അവർക്ക് ജീവിതമുണ്ടെന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിലോസഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മരണാനന്തര ലോകത്തിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവരൊരു ഫിലോസഫിക്കൽ വർക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഒരു എക്സ്റ്റേണൽ ആയിട്ട് നമ്മുടെ സാധാരണ ജീവിതത്തിനേക്കാൾ ഉപരിയായിട്ട് മരണത്തിന് ശേഷമുള്ള ലൈഫിനെ കുറിച്ചും ഒരുപാട് റൈറ്റിങ്സ്, ഒരുപാട് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് മിത്തിക്കലായിട്ടുള്ള ഫിലോസഫിക്കൽ വർക്കുകളും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫറവോകളെ കുറിച്ചുള്ള അവരുടെ കാര്യങ്ങൾ അവർ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ ഫിലോസഫിയുടെ ഭാഗമായിട്ടുണ്ടെന്നാണ്. നമുക്കറിയാം ഫറവോസ് എന്ന് പറയുമ്പോൾ എന്താണ്? പിരമിഡ്സ് ആണല്ലേ ഏറ്റവും കൂടുതലായിട്ട് അവരുടെ ഒരു ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ പുറത്തേക്ക് അറിയപ്പെടുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? പിരമിഡ് കൺസ്ട്രക്ഷൻ ആയിരുന്നു. അപ്പൊ ഈ പിരമിഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പിരമിഡ് അങ്ങനെ വെറുതെ ഉണ്ടായി വരുന്നൊന്നുമല്ല. ഒരുപാട് ലേബേഴ്സിന്റെ ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് വർക്കേഴ്സ് അവിടെ പണി ചെയ്തിട്ടുണ്ട്. ഈ വർക്കേഴ്സിനെ പണി ചെയ്യിപ്പിക്കാൻ എന്തുണ്ട്? ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി ഉണ്ട്, ഒരു കേന്ദ്രീകൃത ഭരണകൂടം ഉണ്ട്. അപ്പോൾ ഈ കേന്ദ്രീകൃത ഭരണകൂടം അഥവാ അതാണ് ഫറവോസ് എന്ന് പറയുന്നത്. ഫറവോ എന്ന് വെച്ചാൽ രാജാക്കന്മാർ. ആ ഫറവോമാര് എങ്ങനെയാണ് ഈ ലേബേഴ്സിനെ കൊണ്ട് ഇത്രയും പണിയെടുപ്പിച്ചത് എന്നത് അതും അവരുടെ ഫിലോസഫിയുടെ ഭാഗമായിട്ട് ആ ലേബേഴ്സിന്റെ കാര്യങ്ങളും അവർ ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ട് റിട്ടൺ എവിഡൻസോട് കൂടി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞു ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷം
ഒരു മരണമില്ലാത്ത ജീവിതം അവർക്കുണ്ടെന്നാണ്. ഇമ്മോർട്ടാലിറ്റി, മനുഷ്യൻ മരിക്കും, പക്ഷെ അതിന് ശേഷമുള്ള ജീവിതത്തിനെ കുറിച്ച് അവർ വളരെ ഫിലോസഫിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള എലമെന്റ്സ് അവരുടെ ഫിലോസഫിക്കൽ റൈറ്റിങ്സിൽ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം ഒരു സമൂഹത്തിൽ ഉണ്ടായിരിക്കേണ്ടത്, ഒരു വ്യക്തിയുടെ സോഷ്യൽ റോൾ, സാമൂഹികപരമായിട്ടുള്ള ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കണം, അയാൾ എന്തൊക്കെ ചെയ്യണം, ആ കാര്യങ്ങളും അവരുടെ വർക്കിൽ കാണാൻ സാധിക്കും. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എത്തിക്കൽ വാല്യൂസും. ഒരു റിലീജിയൻ ഉണ്ടെങ്കിൽ തന്നെ അവിടെ എന്തുണ്ട്, എത്തിക്കൽ വാല്യൂസ് ഉണ്ട്. റിലീജിയനും എത്തിക്സും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് അല്ലേ. റിലീജിയൻ്റെതായിട്ടുള്ളൊരു എത്തിക്സ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ എത്തിക്സിൽ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്, പ്രാക്ടീസ് ഓഫ് ഗുഡ്, സമൂഹത്തിന് നല്ലത് എന്ന് പറയുന്നത് എന്താണോ അതിനവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ്, അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് അവരുടെ അടുത്തൊരു പ്രധാന ഐഡിയ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കുറേ ടെക്നിക്സുകളും അവർ ഇതിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ദെൻ അവരുടെ മോറൽ ഫിലോസഫി. എന്താണ് മോറൽ ഫിലോസഫി എന്ന് പറഞ്ഞാൽ, ഇവർ മോറൽ ഫിലോസഫിനെ പറയാൻ ഉപയോഗിക്കുന്ന ഒരു ടേം ഉണ്ട്, മാറ്റ്, MAT എന്ന് പറഞ്ഞാൽ മാറ്റ് എന്ന് പറയുന്നൊരു ടേം അവരുടെ മോറൽ ഫിലോസഫി. ആ മാറ്റ് എന്നുള്ളത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു ആള് നമ്മളൊരു പബ്ലിക് ആയിട്ടുള്ള സ്ഥലത്ത് ചെയ്യേണ്ട സേവനങ്ങൾ, പബ്ലിക് സർവീസസ് ആണ്. ഒരു ഇൻഡിവിജ്വലിന്റെ പബ്ലിക് സർവീസസ്, പൊതുസമൂഹത്തിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് അവരുടെ ഈ ഒരു കോൺസെപ്റ്റിൽ പറഞ്ഞു പോകുന്നത്. ദെൻ അപ്പൊ ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് അവരുടെ ഫിലോസഫിയുടെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻ ഫിലോസഫിയിൽ എന്തൊക്കെ ഉണ്ട്, അവരുടെ അസ്ട്രോണമി ഉണ്ട്, മാത്സ് ഉണ്ട്, ഫിലോസഫി, റിലീജിയൻ ഉണ്ട്. റിലീജിയൻ ആണ് ഏറ്റവും മെയിൻ ആയിട്ട്. റിലീജിയൻ ആൻഡ് ഫിലോസഫി ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ലോജിക്കിനെ പറ്റിയുണ്ട്, മാത്സിനെ പറ്റിയുള്ള ഒരുപാട് തിയറീസ് ഉണ്ട് അവർക്ക്. ദെൻ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള, അനശ്വരമായിട്ടുള്ള ഒന്നായിട്ടാണ് അവരുടെ ഫിലോസഫിക്കൽ കാര്യങ്ങളിൽ പറഞ്ഞു പോകുന്നത്. ഇനി അതിന്റെ കൂടെ തന്നെ അവര് പിരമിഡ് കൺസ്ട്രക്ഷനെ കുറിച്ച്, അവിടുത്തെ ഫറവന്മാരെ കുറിച്ച് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനോട് കൂടെ തന്നെ ഒരു ഇൻഡിവിജ്വലിന് സാമൂഹ്യപരമായിട്ട് ഉണ്ടായിരിക്കേണ്ട റോൾസ്, അതുപോലെ തന്നെ എന്താണ് അയാൾ ചെയ്യേണ്ട സേവനങ്ങൾ, ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് അവരുടെ ഫിലോസഫിക്കൽ വർക്ക്. അപ്പൊ ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്, ഫിലോസഫിക്കൽ എലമെന്റ്സ്. ഇനി അടുത്ത് നമുക്ക് എന്താണ് പറയാനുള്ളത്, ഈ ഒരു കാലഘട്ടത്തില് അല്ലെങ്കിൽ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈജിപ്ഷ്യൻ സമൂഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ്, സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഫിലോസഫിയിൽ കൂടുതലായിട്ട് പറയുന്നതെങ്കിൽ, ശാസ്ത്രീയപരമായിട്ടും ടെക്നോളജിയിലും അവരെങ്ങനെയാണ് ആ സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്നാണ് അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ സയൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പഴയ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് അവരുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ടാക്കി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ സയൻസിന് ഇപ്പോൾ നമുക്ക് ഒരുപാട് സമയം നോക്കാൻ ക്ലോക്ക് അവൈലബിൾ ആണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പും അവർ സമയം അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രക്രിയകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കലണ്ടർ തുടങ്ങിയവയൊക്കെ അതിൻ്റെ ഒരു ആദിമ രൂപം എന്ന് പറയുന്നത് ഈ നാഗരികതകൾ എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മെസപ്പൊട്ടാമിയ ആയിക്കോട്ടെ, ഈജിപ്ത് ആയിക്കോട്ടെ, ഏത് സംസ്കാരത്തിലായാലും അവരിതിൻ്റെയൊക്കെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പല ടെക്നോളജിയുടെയും അന്നത്തെ വേർഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് സയൻസ് ഇൻ ഡെയിലി ലൈഫ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലും ഉണ്ടായിരുന്നത്. അവരെങ്ങനെയാണ് സയൻസിനെ മുന്നോട്ട് കൊണ്ടുവരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ പ്രധാനപ്പെട്ട ഡെയിലി ലൈഫ് പറയുകയാണെങ്കിൽ അവർ ഭയങ്കര ഹൈജീനിൻ്റെ വൃത്തിയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുക, സ്വയം വൃത്തിയായി സൂക്ഷിക്കുക എന്നത് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് അന്നത്തെ ആവശ്യമായിട്ടുള്ള ടെക്നോളജീസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈജീന് വേണ്ടിയിട്ട് അവർ ബ്രഷ്, പേസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ടൂത്ത് ബ്രഷസ്, ടൂത്ത് പേസ്റ്റസിൻ്റെ ഒക്കെ എവിഡൻസസ് അന്ന് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ പേസ്റ്റിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെയാണ്, ഈ പൊതിഞ്ഞ കുരുമുളക്, ഉപ്പ് തുടങ്ങിയവയൊക്കെ ചേർത്തിട്ടോ മിശ്രിതങ്ങൾ, അതിൻ്റെ കൂടെ തന്നെ ചില ഇലകളുണ്ട്, ആ ഇലകളും കൂടെ ചേർത്തിട്ട് അവരൊരു മിശ്രിതമാക്കി എടുത്തിട്ടാണ് അവർ ടൂത്ത് പേസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇത്തരം എന്താ പറയുക, അവർ ഹൈജീൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക് എന്താ പറയുക അവരുടെ ഒരു നോളജ് തന്നെയായിരുന്നു അത്. മറ്റൊന്ന് പറഞ്ഞാൽ അവർക്കൊരു കണ്ണാടികളുടെ എവിഡൻസസ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഈ കണ്ണാടികൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന കണ്ണാടികളാണ്. അപ്പോൾ അവരെപ്പോഴും അവർ ഹൈജീൻ ആണെന്നും അവർ വളരെ വൃത്തിയിലാണ് ജീവിക്കുന്നത് അവർ സ്വയം വിലയിരുത്തിയിരുന്നു. അവരെ തന്നെ വിലയിരുത്തിയെന്നാണ് മിററിന്റെ എവിഡൻസസ് അതാണ് സൂചിപ്പിക്കുന്നത്. അവരെ നല്ലപോലെ വിലയിരുത്തിയിരുന്നു, അവരെന്തുമാത്രം ഗുഡ് ലുക്കിംഗ് ആണെന്നും അവർക്ക് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു എന്നും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സയൻസ് എന്ന് പറയുന്ന അവർ ഈ രീതിയിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അവരെന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇങ്ക് വെച്ചാൽ മഷികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ സാധനങ്ങൾ തൂക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിനൊക്കെ വേണ്ടിയിട്ടൊക്കെ അവരുടെ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്.
പേപ്പറിന്റെ തന്നെ പല പല രീതികൾ, പേപ്പേഴ്സ് പോലത്തെ പല കാര്യങ്ങളും അവർ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ക് എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ കളറിലുള്ള ഇങ്ക് അല്ല, ഒരുപാട് ഡിഫറെന്റ് കളേഴ്സ് ഇങ്കുകൾ അവർ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ടായിരുന്നു അത്ര. അപ്പോൾ ആ രീതിയിലേക്ക് അവരുടെ സയൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അടുത്തതായിട്ട് പറയുന്നത് വാട്ടർ, വെള്ളത്തിനെ അവരെങ്ങനെ കൺട്രോൾ ചെയ്തിരുന്നു എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഈ വെള്ളം എപ്പോഴും പ്യുവർ ആയിരിക്കണം എന്നില്ല, പ്യുവർ വാട്ടർ ആയിരിക്കും എപ്പോഴും വരിക നമുക്ക് പറയാൻ പറ്റില്ല. പലപ്പോഴും പ്യുവർ അല്ലാത്ത വാട്ടറുകളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ശുദ്ധീകരിക്കാത്ത ജലം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നിക്കാണ് കോപ്പർ, അയേണ്, പിന്നെ ചൂട് മണൽ, ഇരുമ്പും കോപ്പറും ചൂട് മണലും കൂടെ ചേർത്തുകൊണ്ട് ഒരു വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്തെടുക്കാൻ, ശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാട്ടറിനെ എങ്ങനെ നല്ല രീതിയിൽ, വെള്ളത്തിനെ എങ്ങനെ നല്ല രീതിയിൽ നല്ല ജലമാക്കി എടുക്കണം എന്നുള്ളതാണ് അവർ ചെയ്തിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കോപ്പർ, അയേണ്, ഹോട്ട് സാൻഡ്, ഇത് മൂന്നും കൂടെ ഇട്ട് തിളപ്പിച്ച് ആ വെള്ളത്തിനെ നല്ല ശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു രീതി, അതാണ് വാട്ടർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്തിരുന്നൊരു മെത്തേഡായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ടെക്നോളജീസ് അവർ ഡെവലപ്പ് ചെയ്തിരുന്നു. ഇനി നമുക്ക് അവരുടെ ഒരു എഞ്ചിനീയറിംഗ് ടെക്നോളജിനെ കുറിച്ച് പറയാം. എന്താണ് എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഏറ്റവും വലിയ ഉദാഹരണം വേറെ ഒന്നുമല്ല, നമുക്കറിയാവുന്ന പിരമിഡ് തന്നെയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു കൺസ്ട്രക്ഷൻ, ആ ഒരു ഷേപ്പിൽ, പിരമിഡ് ഷേപ്പിൽ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവരെടുത്തിരുന്ന എഫേർട്ട് അത്ര അധികമായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ ഇല്ലാതെ, കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ലാതെ അങ്ങനെ സ്ട്രക്ചറിലൊരു എന്താ പറയുക ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ സാധിക്കില്ല. നമ്മൾ നോർമൽ സെൻസിൽ നമുക്ക് ഊഹിച്ചാറാം. അവർ ഏറ്റവും വലിയ കഴിവെന്ന് പറഞ്ഞാൽ അത് പിരമിഡ് കൺസ്ട്രക്ഷൻ തന്നെയായിരുന്നു. ആ ബിൽഡിംഗ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താ പറയുക ഒരു വെറുതെ ഒരു ആശയം തോന്നി ഇന്ന് എങ്ങനെ അങ്ങ് പടുതേക്കാം അങ്ങനെയൊന്നും അല്ല അവരത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് പ്ലാനിങ്, ഒരു പേപ്പറിൽ അവർ പ്ലാൻ ചെയ്തിട്ട് എങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് അവരത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ പല എവിഡൻസസും നമുക്ക് കണ്ടു കിട്ടിയിട്ടുമുണ്ട്. കാരണം അവരുടെ ഈ ഒരു പിരമിഡിൻ്റെ പ്ലാനിങ് സ്ട്രക്ചർ അവരുണ്ടാക്കിയതിൻ്റെ എവിഡൻസസും ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ ആർക്കിയോളജി വിഭാഗത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈജിപ്ഷ്യൻസ് ഈ ഫറവോൻ്റെ കീഴിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണത്തിൽ അവരങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ നടത്തിയെന്നാണ് പറയാം. പിന്നെ നമുക്കറിയാം ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കുമ്പോൾ അതിൽ ഉണ്ടാക്കുന്ന കല്ലുകളുടെ എണ്ണത്തിലൊക്കെ ഒരു കൃത്യമായിട്ട് അളവ് വേണം. അതൊക്കെ അവർക്ക് ആ ഒരു അളവ് എന്നൊക്കെ പറയുന്നത് അവരുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവർ എടുക്കുന്ന കാര്യമാണ്. ഇത്ര കല്ല് വേണം, ഇത്ര കാര്യങ്ങൾ വേണം, അതൊക്കെ അവരുടെ മികവ് തന്നെയായിട്ടാണ് കണക്കാക്കേണ്ടത്. അവരുടെ എഞ്ചിനീയറിംഗ് ടെക്നോളജിയുടെ മികവായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തത്, ഇതിൽ 3 ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. ഇവരുടെ എഞ്ചിനീയറിംഗ് ടെക്നോളജിക്ക് 3 ഫാക്ടേഴ്സ് പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ ഫറവോസിന്റെ അവരുടെ ഒരു വില്ലിങ്നെസ് തന്നെയായിരുന്നു. ഫറവോസ് അവരുടെ പേഴ്സണൽ ബെനിഫിറ്റ്സിന് വേണ്ടി ആയിരിക്കും അത് പണിതിട്ടുണ്ടാകും, പക്ഷെ അത് ചെയ്യിപ്പിച്ചെടുക്കാനുള്ള അവരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ടെക്നോളജി, ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സംഭവം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതാണ് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് വർക്കേഴ്സിനെ ഓർഗനൈസ് ചെയ്യുക. ഇപ്പോൾ വർക്കേഴ്സിന് ഇപ്പോൾ പണി അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിട്ട് കാര്യമില്ല. അവർ ഇത്രയും വർക്കേഴ്സിനെ കൂട്ടം ചേർത്ത് നിർത്തിയിട്ട് അത് എങ്ങനെ വേണം എന്ന് കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പം ഈ വർക്കേഴ്സിനെ കൂട്ടിച്ചേർക്കാനും അവരുടെ സ്കില്ല് കൃത്യമായി ഉപയോഗപ്പെടുത്താനുള്ള കഴിവ്. അപ്പോൾ ഫറവോസിന്റെ ഒരു വില്ലിങ്നെസ് ആദ്യത്തത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സിനെ എഫിഷ്യന്റ് വേയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. തേർഡ് എന്ന് പറയുന്നത് റിസോഴ്സസ് തന്നെയാണ്. നമുക്കിനി എത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സും എത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെങ്കിലും അതിന് വേണ്ടുന്ന സോഴ്സസ് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ അവരെ ഈജിപ്ത് എന്ന് പറയുന്ന അന്ന് കാലത്ത് ഒരുപാട് റിച്ച് ആയിരുന്നു. ഇതുപോലത്തെ മിനറൽസ് ഒരുപാട് സോഴ്സസ് കൊണ്ട് റിച്ച് ആയിരുന്നു എന്ന് മനസ്സിലാക്കണം. ലൈം സ്റ്റോൺ ആയിക്കോട്ടെ, സാൻഡ് സ്റ്റോൺ ആയിക്കോട്ടെ, ഗ്രാനൈറ്റ് ആയിക്കോട്ടെ, അങ്ങനെ ഈ പിരമിഡ് കൺസ്ട്രക്ഷന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും കൊണ്ട് റിച്ച് ആയിരുന്നു അവരുടെ നാട് എന്ന് പറയുന്നത്. ഇത് ഈ 3 ഫാക്ടേഴ്സും കൂടെ ചേർന്നത് കൊണ്ടാണ് എഞ്ചിനീയറിംഗ് ടെക്നോളജി മികച്ച രീതിയിലേക്ക് അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. പിന്നെ നേരത്തെ പറഞ്ഞല്ലേ നമ്മളെന്താ ജിയോമെട്രി ആൻഡ് മെഷർമെന്റ്, നമ്മൾ ആ പിരമിഡ് ഉണ്ടാക്കാൻ അതിൽ കൃത്യമായിട്ടൊരു ജിയോമെട്രി വേണം, അതുപോലെ തന്നെ ഒരു മാത്തമാറ്റിക്കൽ ഐഡിയ അതിനെക്കുറിച്ച് വേണം. അപ്പോൾ ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണ് അവർക്കത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഫിസിക്സ്, മാത്സ്, ജിയോമെട്രി ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ അവർ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അവരുടെ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 2 പോയിന്റ് നമ്മൾ പറഞ്ഞു. അവരുടെ ഡെയിലി ലൈഫിൽ പറഞ്ഞു, വാട്ടർ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു, എഞ്ചിനീയറിംഗ് ടെക്നോളജി എങ്ങനെയായിരുന്നു എന്നും പറഞ്ഞു. അടുത്തത് എന്താണ്? വാട്ടർ മാനേജ്മെന്റിനെ കുറിച്ചാണ്. വാട്ടർ എഞ്ചിനീയറിംഗ് എന്നായിരുന്നു. അപ്പോൾ നമ്മൾ വാട്ടർ സ്റ്റെറിലൈസ് ചെയ്തെടുക്കുക എങ്ങനെയാണെന്ന് പറഞ്ഞു അല്ലേ, ആ ഒരു മെത്തേഡ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അടുത്തത് നൈലിന്റെ ഒരു പ്രത്യേകത നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലഡിന്റെ ഒരു സമയമാണ് അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഫ്ലഡിൽ നിന്ന് വരുന്ന റിച്ച് ആയിട്ടുള്ള മിനറൽസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അതിലാണ് അവിടെ ഫെർട്ടൈൽ സോയിൽ ഉണ്ടാവുന്നതൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി
അതിൻ്റെ കൂടെ ഈ ഫ്ലഡ് എന്ന് നമുക്ക് എന്താ ഒരുപാട് വാട്ടർ മഴക്കാലമായി കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം അവർക്ക് ലഭിക്കുന്നുണ്ട്. ഈ വെള്ളത്തിനെ എങ്ങനെ കൃത്യമായി മാനേജ് ചെയ്യണമെന്നും അവർ പിന്നീട് കണ്ടെത്തുകയാണ്. ഇതൊക്കെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് കേട്ടോ. ഈ ഒരു ഡൈനാസ്റ്റിയുടെ തുടക്കം എന്ന് പറയുന്നത്, ഡൈനാസ്റ്റി തുടങ്ങുന്നത് ഒരു 5000 BC എന്നാണെങ്കിൽ ഇത് 5000 BC തന്നെ തുടങ്ങിയ കാര്യങ്ങളല്ല പറയുന്നത്. ഓരോ ഘട്ടത്തിലും ഈ സിവിലൈസേഷനിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വാട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരുപാട് കാലത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് തന്നെയാണ്. ഈ എന്താ പറയുക, നൈലിന്റെ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഉണ്ടാവുന്ന ഒരുപാട് ജലം അതിനെ എങ്ങനെ അവർ സോഴ്സ് കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് വെച്ചാൽ 2 മെത്തേഡ് പറയുന്നുണ്ട്. ഷഡ് ഓഫ് എന്ന് പറയുന്നതും നിലോമീറ്റർ, ഇത് രണ്ടും അവരുണ്ടാക്കിയിട്ടുള്ള വാട്ടർ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണ്. ഷഡ് ഓഫും നിലോമീറ്റർ എന്ന് പറയുന്നത്. ഷഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഹാൻഡ് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ്. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ വാട്ടർ തിരിച്ചിട്ട് എവിടേക്കാണോ ഈ വെള്ളം ഒഴുക്കി കളയേണ്ടത് അങ്ങോട്ടേക്ക് ഒഴുക്കി സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവര് ഒരുപാട് കനാൽസ്, അതുപോലെ തന്നെ ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കുഴികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുപോലെ കനാൽസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഈ കനാലുകളിലേക്കും കുഴികളിലേക്കും ഒക്കെ വെള്ളം കൃത്യമായിട്ട് എത്തിച്ച് വെള്ളം സ്റ്റോർ ചെയ്യുക, സ്റ്റോറേജ് ഓഫ് വാട്ടർ, അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് അവർ ഷെഡ് ഓഫ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. എന്താണ്? കൈകൊണ്ട് സ്പിൻ ചെയ്യുന്ന, ഓപ്പറേറ്റ് ചെയ്യുന്ന, വെള്ളം ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത് ഷെഡ് ഓഫ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നിലോമീറ്റർ എന്ന് പറയുന്നത്. നിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ ഫ്ലഡ്, വെള്ളപ്പൊക്കത്തിന്റെ അളവ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് നിലോമീറ്റർ എന്ന് പറയുന്നത്. ഇതൊരു ഇൻസ്ട്രുമെന്റ് ആണ്. നമ്മളിപ്പോൾ കാണുന്ന പല ഇൻസ്ട്രുമെന്റ്സും പോലെ തന്നെ വെള്ളത്തിന്റെ അളവ്, ഫ്ലഡ് ഇത്ര അളവിൽ വന്ന ഫ്ലഡിന്റെ ഒരു ഘട്ടം, 2 ഘട്ടം, അങ്ങനെ നമ്മൾക്കൊരു ഇപ്പൊ നമ്മൾ റെഡ്, യെല്ലോ അലേർട്ട്, ബ്ലൂ അലേർട്ട്, റെഡ് അലേർട്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അന്നത്തെ ഒരു അലേർട്ടിംഗ് സിസ്റ്റം ആയിരുന്നു നിലോമീറ്റർ എന്ന് പറയുന്നത്. ഫ്ലഡിന്റെ അളവ് എത്ര ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്ന ടെക്നോളജി, അതാണ് നിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ 2 മെത്തേഡാണ് പറഞ്ഞത്. മെത്തേഡല്ല, അവർ ഉപയോഗിച്ചത് 2 ടെക്നിക്സ് ആണ് പറഞ്ഞത്, ഷെഡ് ഓഫും നിലോമീറ്ററും. ഇത് രണ്ടും അവരെ വാട്ടർ എഞ്ചിനീയറിംഗ് കാണിക്കുന്ന പ്രധാനപ്പെട്ട 2 ടെക്നോളജി ആയിരുന്നു. ഇനി അവരുടെ ഒരു സീസൺ നമ്മൾ പറഞ്ഞല്ലേ, അത് മറന്നു പോകരുത്. ആദ്യം പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ കലണ്ടർ സിസ്റ്റത്തിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അക്കാത്ത്, പീരറ്റ്, ഷെമു. ഈ 3 സീസണും എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ഈ വാട്ടർ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ടാണ് അവർ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതെല്ലാമായിരുന്നു അവരുടെ വാട്ടർ എഞ്ചിനീയറിംഗിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നീട് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയപ്പോൾ അവർ ചെയ്തെന്താണ്? ഡാമുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ചെറിയ ഇറിഗേഷൻ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടുള്ള ചെറിയ കനാൽസ് ഒക്കെ അവർ നിർമ്മിച്ച് വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ ഡാം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത്. അപ്പം അങ്ങനെയും അവർക്ക് കിട്ടുന്ന ഫ്ലഡ് വഴി കിട്ടുന്ന വാട്ടർ, വെള്ളം അവർ സേവ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇത്രയും മെത്തേഡ്സ് അവർ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു പോകണം. സയൻസ് ആൻഡ് ടെക്നോളജി അവരുടെ പേഴ്സണൽ ലൈഫിലും അവരുടെ മറ്റ് അഗ്രികൾച്ചറിന്റെ ഭാഗമായിട്ടൊക്കെ അവരെങ്ങനെയാണ് ഇതിനെ ഡെവലപ്പ് ചെയ്തതെന്നുള്ളത്. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് മാത്തമാറ്റിക്സ് ആൻഡ് അസ്ട്രോണമി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പിരമിഡ് കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് പറഞ്ഞല്ലേ, മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അവർ ജോമെട്രി, ഇതെന്ന് പറഞ്ഞാൽ അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മേഖല പിരമിഡ് കൺസ്ട്രക്ഷൻ തന്നെയായിരുന്നു. അവർ കൃത്യമായിട്ട് കണക്ക് കൂട്ടി തന്നെയാണ് ഓരോ കാര്യങ്ങളും, ഒരു ജോമെട്രിക് കാര്യങ്ങളൊക്കെ അവർ അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മാത്തമാറ്റിക്സ് ആൻഡ് അസ്ട്രോണമി എന്ന് പറയുന്നത് അവർക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ അവിടുത്തെ രാജാവ് മുതൽക്ക് വർക്കേഴ്സിനും എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു ടെക്നോളജി ആയിരുന്നു മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ അസ്ട്രോണമിനെ കുറിച്ച് നമ്മൾ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാർസ്, നക്ഷത്രങ്ങൾ നോക്കിയിട്ട് ആൾക്കാരുടെ ഫ്യൂച്ചർ ഇന്നതായിരിക്കുമെന്ന് പ്രവചിക്കുന്ന രീതി, അതൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മാത്തമാറ്റിക്സ് ആൻഡ് അസ്ട്രോണമി അവർ ഈ രീതിയിൽ തന്നെയാണ് ഡെവലപ്പ് ചെയ്ത് പോന്നിട്ടുള്ളത്. അവർക്ക് സോളർ എക്ലിപ്സിനെ കുറിച്ചുള്ള ഒരുപാട് അസ്ട്രോണമിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിൽ പ്രധാനമായിട്ട് അവർ അസ്ട്രോണമി ഉപയോഗിച്ചിരുന്നത്, ഇപ്പോൾ അവർക്ക് കൊയ്ത്തിന്റെ കാലഘട്ടം വരും, മഴയുടെ കാലഘട്ടമൊക്കെ ഉണ്ടല്ലോ, ഏത് സമയത്ത് മഴ പെയ്തു തുടങ്ങും, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ അസ്ട്രോണമി കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഏൻഷ്യന്റ് ഈജിപ്തിലെ അസ്ട്രോണമി എന്ന് പറയുന്നത് പ്രീ ഡൈനാസ്റ്റിക് പീരീഡ് മുതൽക്ക് തന്നെ, ഈ ഒരുപാട് ഡൈനാസ്റ്റിന് പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടത്, പ്രീ ഡൈനാസ്റ്റിക് പീരീഡ് മുതൽക്ക് തന്നെ ഈജിപ്ഷ്യൻ അസ്ട്രോണമിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നക്ഷത്രങ്ങളും സ്റ്റാർസും ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ അസ്ട്രോണമിക്കൽ കാൽക്കുലേഷൻസ് അവർ കൊണ്ടുപോയിട്ടുള്ളത്. അത് പ്രകാരം അവർക്ക് 365 ഡേയ്സ് ഉണ്ടായിരുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. എത്രയാണ്? 365. ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ കാര്യത്തിലാണ് പറയുന്നത്. അവര് അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് 365 ഡേയ്സ് ഉണ്ടായിരുന്നു എന്ന് അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
ദെൻ അടുത്തത് അവരുടെ ഒരു ഈ പിരമിഡ് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് അവർ പോൾ സ്റ്റാർ വാൽനക്ഷത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ദിശ വരുന്ന രീതിയിലേക്കാണ് പിരമിഡ് കൺസ്ട്രക്ഷൻ അവർ നടത്തിയിട്ടുള്ളത്. അതും അവരുടെ അസ്ട്രോണമി വിശ്വാസത്തിന്റെ ഭാഗമായിട്ടൊക്കെ അവർ ചെയ്യുന്നതാണ്. ദെൻ അടുത്തത് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അസ്ട്രോണമിയുടെ ഭാഗമായിട്ട് അവർ ചെയ്തിരുന്നത്. ഇനി മാത്തമാറ്റിക്കൽ കാര്യങ്ങൾ പറയുമ്പോൾ ഈജിപ്ഷ്യൻസ് ന്യൂമറൽ സിസ്റ്റം നമ്പർ സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ പിരമിഡ് കൺസ്ട്രക്ഷനും അവരുടെ ഡേ ടു ഡേ എക്കണോമിക് കണ്ടീഷൻസിന് വേണ്ടിയിട്ടാണ് അവർ ഈ നമ്പർ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, നമ്പർ സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടും അങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് അവർക്കൊരു നമ്പർ സിസ്റ്റം, ഒരു ന്യൂമറൽ സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്തിട്ടായിരുന്നു. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും ഫ്രാക്ഷനും അവർക്ക് കൃത്യമായിട്ട് അറിവുണ്ടായിരുന്നു. ഈ മൾട്ടിപ്ലിക്കേഷനും ഫ്രാക്ഷനും നമുക്ക് ആലോചിച്ചറിയാം, അത് പിരമിഡ് കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ആലോചിക്കാൻ പറ്റും. ഇപ്പം എത്ര കട്ട എങ്ങനെയൊക്കെ വെക്കണം, ഒരു കൺസ്ട്രക്ഷൻ ഒരു രൂപം ഉണ്ടാക്കിയെടുക്കാൻ എത്ര ഫ്രാക്ഷൻസ് ഉപയോഗിക്കണം, ഒരു കാൽക്കുലേഷൻ അവർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഡേ ടു ഡേ ലൈഫിന്റെ അല്ലെങ്കിൽ അവിടുത്തെ വർക്കേഴ്സിന്റെ ഒക്കെ ഒരു കാൽക്കുലേഷൻ തന്നെയാണ് അവരുടെ മാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനും ഫ്രാക്ഷനും അവർക്ക് ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളായിരുന്നു. ദെൻ അതിനോടൊപ്പം തന്നെ ഇതിനോട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വർക്ക്സും അവർക്ക് അവൈലബിൾ ആയിരുന്നു. അവരുടെ എന്താണ് ഈ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷന്റെ ഭാഗമായിട്ടുള്ള അന്ന് തന്നെയുള്ള ഒരുപാട് വർക്ക്സുകൾ ഉണ്ടായിരുന്നു. ലഹുൻ മാത്തമാറ്റിക്കൽ പേപ്പർ, മാത്തമാറ്റിക്കൽ ലെതർ റോള്, അങ്ങനത്തെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വർക്ക്സ്. ഏതൊക്കെയാണ്? ലഹൂൻ, മാത്തമാറ്റിക്കൽ പേപ്പർ. ഇതൊക്കെ നമ്മൾ പിന്നീട് പേരുകൾ ഇന്നത്തെ കാലത്തനുസരിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിലും അത് അന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഏതാണ്ട് ആ ഒരു പീരീഡിൽ 3000 BC അവർ എഴുതി വെച്ചിട്ടുള്ള പല സംഭവങ്ങളും അടുത്ത കാലങ്ങളിലായിട്ട് നമ്മൾ കണ്ടെത്തിയതാണ്. അങ്ങനത്തെ ഒരുപാട് പേപ്പേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പറിന് പകരം ഉപയോഗിക്കുന്ന ഒരു സാധനം, അതിലാണ് അവർ എഴുതുക. അങ്ങനെ എഴുതിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവരിൽ നിന്ന് കണ്ടെത്തുന്നുണ്ട്. അവരുടെ കാലഘട്ടത്തിൽ അവർ റിട്ടൺ റെക്കോർഡ്സ് ആയിട്ട് ഇതൊക്കെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഇത്രയും എവിഡൻസസ് കിട്ടുന്നത്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു അസ്ട്രോണമി ഉണ്ടായിരുന്നെന്നും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഹെറോഡോട്ട്സ് ഒക്കെ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ അവരുടെ മെഡിസിനും ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. മെഡിസിൻ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു മെഡിക്കൽ സിസ്റ്റത്തെ കുറിച്ച് ഹെറോഡോട്ട്സിൻ്റെ ഒക്കെ വർക്കുകളിലൊക്കെ അല്ലെങ്കിൽ ഹെറോഡോട്ട്സ് ഒക്കെ സൂചിപ്പിച്ചു പോയിട്ടുണ്ട് അവരെങ്ങനെയായിരുന്നു അവരുടെ ഒരു മെഡിക്കൽ പ്രാക്ടീസസ് വരുന്നത് എന്നൊക്കെ. അപ്പോൾ ഹെറോഡോട്ട്സ് ഒക്കെ ഈ മെഡിസിൻ്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. ഈ ഈജിപ്ഷ്യൻ മെഡിക്കൽ രീതികൾ എന്തൊക്കെയായിരുന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഓരോ രോഗങ്ങളും ചികിത്സിക്കാനായിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഫിസിഷ്യൻസ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി ഇവരെങ്ങനെയായിരിക്കും കൂടുതൽ ട്രീറ്റ്മെൻറ്റ് നടത്തുക? പ്ലാന്റ്സ് തന്നെയായിരുന്നു. പ്ലാന്റ്സ് ആണ് അവർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിൻസ് എന്ന് പറയുന്ന ഹെർബ്സ്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡെൻ്റലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ടൂത്ത് പേസ്റ്റ് ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് അവരുടെ എന്തെന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അവർ അങ്ങനെ തന്നെയാണ് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അനാട്ടമി, സർജറിനെ കുറിച്ച് വരെയുള്ള എവിഡൻസസ് ഈ കാലഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്? ഡെൻ്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, അതുപോലെ തന്നെ യൂറിനറി ഡിസോർഡേഴ്സ്, ഗൈനക്കോളജി ആയിട്ട് ബന്ധപ്പെടുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഫിസിഷ്യൻസിൻ്റെ ഹെൽപ്പ് തേടുകയും ആ ഒരു ട്രീറ്റ്മെൻറ്റ് രീതി നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലായിരുന്നു അവരുടെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് അനാട്ടമിയെക്കുറിച്ചും സർജറിയെക്കുറിച്ചും അറിവുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ ഉണ്ടായിരുന്ന ഫിസിഷ്യൻസ് എന്നുള്ളതാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള തെളിവുകൾ കിട്ടുന്നത് എങ്ങനെയാണ്? റിട്ടൺ എവിഡൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഹൈറോഗ്ലിഫിക് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രീക്ക് സിവിലൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഹൈറോഗ്ലിഫിക് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഹൈറോഗ്ലിഫിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആൻഷ്യൻ്റ് ഈജിപ്ഷ്യൻ ആൾക്കാർ അവർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു റിട്ടൺ റെക്കോർഡാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞാൽ. അവരൊരു സ്ക്രിപ്റ്റാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. ഈജിപ്ഷ്യൻസിൻ്റെ എഴുത്ത് 4 തരമായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഹൈറോഗ്ലിഫിക്സ്, ഹെറാറ്റിക്, ഡെമോട്ടിക്, കോപ്റ്റിക്, അങ്ങനെ 4ആയിട്ട് തിരിക്കുക. എന്തൊക്കെയാണ്? ഹൈറോഗ്ലിഫിക്സ്, ഹൈറാറ്റിക്, ഡെമോട്ടിക്, കോപ്റ്റിക്, അങ്ങനെ 4 ഇതായിട്ട് അവർ തരംതിരിക്കുന്നുണ്ട്. ഇനി
ഇത് ഓരോ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 4 ഡിഫറെന്റ് സ്ക്രിപ്റ്റ്സ് ഒക്കെ പറയുന്നത്. ഓരോ കാലഘട്ടത്തിലും അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അങ്ങനെ ഓരോ സ്റ്റേജിലും നമ്മൾ ഇതിന് ഓരോന്നായിട്ടാണ് അറിയപ്പെടുന്നതെന്നേ ഉള്ളൂ. ഇനി ഈ ഹൈറോഗ്ലിഫിക് എന്ന വാക്ക്, ദ വേർഡ് ഹൈറോഗ്ലിഫിക്, ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്, 2 ഗ്രീക്ക് വേർഡുകളിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഏതൊക്കെയാണ് 2 ഗ്രീക്ക് വേർഡുകൾ? ഹൈറോസും ഗ്ലിഫോസും. ഏതൊക്കെയാണ്? ഹൈറോസ് ആൻഡ് ഗ്ലിഫോസ്. ഈ 2 വേർഡുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഹൈറോഗ്ലിഫിക്സ് എന്നൊരു വേർഡ് വരുന്നത്. അതിന്റെ മീനിങ് എന്താണ്? സേക്രഡ് ഇൻസ്ക്രിപ്ഷൻസ്. എന്താണ്? സേക്രഡ് ഇൻസ്ക്രിപ്ഷൻ എന്നാണ് അതിന്റെ മീനിങ് ആയിട്ടും വരുന്നത്. ഇനി ഈ ഹൈറോഗ്ലിഫിക്സ് എങ്ങനെയാണ് അതിന്റെ റൈറ്റിംഗ് രീതി റൈറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്? സിമ്പിൾസ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക, സൈനുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. സൈൻ ഇൻസ്റ്റെഡ് ഓഫ് സൈൻ സിമ്പിൾ, ലെറ്റേഴ്സിന് പകരം സൈൻ ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ് ആണ് കൂടുതലായിട്ടും അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിനെ ഹൈറോഗ്ലിഫിക് റൈറ്റിംഗിന് എന്താണ് പറയുക? പിക്ടോറിയൽ റെപ്രസെന്റേഷൻ എന്നാണ് പറയുക. പിക്ചറുകൾ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് അവർ പോകുന്നത്. അപ്പോൾ പിക്ചേഴ്സ് എന്തിനു ഡിനോട്ട് ചെയ്യാനായാലും അവർ പിക്ചേഴ്സ് ആണ് കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഒരു ഹൈറോഗ്ലിഫിക് റൈറ്റിംഗിന്റെ എവിഡൻസസ് ആദ്യം കാണുന്നത് ഡയോഡോറസിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു. കണ്ടെത്തുന്നത് ഫസ്റ്റ് സീൻ ഇൻ ദി റൈറ്റിംഗ് ഓഫ് ഡയോഡോറസിന്റെ കാലഘട്ടത്തിലാണ്. ഡയോഡോറസ് സിക്കുലസിന്റെ കാലഘട്ടത്തിലാണ് ആദ്യം കണ്ടെത്തുന്നത്. ഫസ്റ്റ് സെഞ്ചുറി BC-യിലാണ് ഇതിന്റെ ഫസ്റ്റ് എവിഡൻസസ് കിട്ടുന്നത് ഈ കാലഘട്ടത്തിലേതാണ്. അപ്പൊ ഇനി ഹൈറോഗ്ലിഫിക്സിലെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം പറഞ്ഞ തന്നെ സൈനുകളാണ് ഉപയോഗിക്കുന്നത് അല്ലെ. സൈനുകൾ ഉപയോഗിച്ച് പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ് നടത്തുന്നത്. ലെറ്റേഴ്സിന് പകരം ഓരോ സിമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ റെപ്രസെന്റ് ചെയ്ത് പോകുന്നത്. ഇനി ഇതിന് 3 ഫോമുകളുണ്ട്, 3 ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ സൈൻ ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഹോണോഗ്രാം എന്നറിയപ്പെടും. തേർഡ് എന്ന് പറഞ്ഞാൽ അതിന് കുറച്ചും കൂടെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് സിംഗിൾ സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ റെപ്രസെന്റേഷൻ ആണ്. ഒരു വേർഡിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ സൈൻ ഉപയോഗിക്കുന്ന രീതിയാണ് സിംഗിൾ സൈൻ എന്ന് പറയുന്നത്. ഹോണോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ സിംഗിൾ സൈനിന്റെ കുറച്ചുകൂടി ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഫോമിനെയാണ് ഹോണോഗ്രാം എന്ന് പറയുന്നത്. സെക്കൻഡ് ഗ്രൂപ്പ്. തേർഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ കൂടുതൽ സയൻസ് ഉപയോഗിച്ചുകൊണ്ട് സിമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള മീനിങ്സ്, ഒരു വേർഡ് ഡിവിഷനും മീനിങ്സ് ഒക്കെ കാണാൻ പറ്റുന്നതാണ്. അർത്ഥങ്ങൾ, ഒരു വേർഡിന്റെ അർത്ഥം, അതിന്റെ ഡെറിവേഷൻസ് ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് ഹൈറോഗ്ലിഫിക്സിൽ. അപ്പൊ 3 സ്റ്റേജസ് ഉണ്ട് ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റിന്. ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റിന് 3 സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റത്തേതായിട്ടുള്ള സിമ്പിൾ സൈൻ, അതിനെ തന്നെ ലോഗോഗ്രാം എന്നറിയപ്പെടുന്നു. സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹോണോഗ്രാം ആണ്. തേർഡ് ആണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഹൈറോഗ്ലിഫിക് റൈറ്റിംഗിന്റെ 3 സ്റ്റേജസ് വരുന്നത്. ഇനി ഈ ഒരു കാലഘട്ടത്തിൽ ഈ റൈറ്റിംഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വവ്വൽസ് ശബ്ദങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. വവ്വൽസ് അവർ ഉപയോഗിച്ചിട്ട് ഉണ്ടായിരുന്നില്ല. അതൊരു പ്രത്യേകതയാണ് ഈ ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റിന്റെ. അപ്പോൾ വവ്വൽസ് ഇല്ലാത്ത ഒരു സ്ക്രിപ്റ്റ് ആണ് ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ക്ലാസിക്കൽ പീരീഡ്, നമ്മൾ ഈ സ്റ്റേജസ് ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞു, ഈ ഭരണകാലഘട്ടത്തിന് ഒരു ക്ലാസിക് പീരീഡ് ഉണ്ടായിരുന്നു. ആ ക്ലാസിക് പീരീഡിൽ 700 വേർഡ്സ്, ഹൈറോഗ്ലിഫിക് വേർഡ്സ് ആണ് ഉണ്ടായിരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. എത്ര വേർഡ്സ് ആണ്? 700 വേർഡ്സ്. അത് ഏത് കാലഘട്ടത്തിൽ? ഇതിന്റെ ക്ലാസിക് പീരീഡിൽ, ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ തന്നെ ക്ലാസിക്കൽ പീരീഡിൽ 700 വേർഡ്സ് ആണ്, സിമ്പിൾസ് ആണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഒരുപാട് വേർഡ്സുകൾ കൂടി വന്നു. ഓരോ കാലഘട്ടം കഴിയുന്തോറും വേർഡ്സ് കൂടി വന്നു. അങ്ങനെ അതിൻ്റെ ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ ഭാഗത്ത് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും പഠിച്ചത്? ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട സംഭാവനകളെക്കുറിച്ച്, അവരുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ടും പഠിച്ചത്. അതിലെന്തൊക്കെ പറഞ്ഞു? അവരുടെ സയൻസ് ആൻഡ് ടെക്നോളജിനെ കുറിച്ച് പറഞ്ഞു, സയൻസ് ആൻഡ് ടെക്നോളജിയും ഡെയിലി ലൈഫും പറഞ്ഞു, അവരുടെ മറ്റ് മെത്തേഡ്സിൽ അവരെങ്ങനെയൊക്കെ ഉപയോഗിച്ചിരുന്നു, അവരുടെ അപ്ലിക്കേഷൻ ലെവലും പറഞ്ഞു. പിന്നെ അവരുടെ എഞ്ചിനീയറിംഗ് മികവുകൾ പറഞ്ഞു, വാട്ടർ മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ അവരുടെ എന്താ പറയുക മെഡിസിൻ മേഖല എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. ദെൻ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു ഹൈറോഗ്ലിഫിക് റൈറ്റിംഗ്, അവരുടെ സ്ക്രിപ്റ്റ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഈജിപ്ഷ്യൻ സംസ്കാരം അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ നാഗരികത ലോകത്തിനായിട്ട് നൽകിയിട്ടുള്ള സംഭാവനകളിൽ വരുന്നത്. ഇത്രയും ഭാഗമാണ് നമുക്കിതിൽ യൂണിറ്റ് 4 പഠിക്കാനുള്ളത്. താങ്ക്